ഹലോ ഡിയേഴ്സ്, ഇത് നോക്കുന്നത് നിങ്ങളെ വിട്ടിട്ട് പോയ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ, അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ വിട്ടിട്ട് പോയത് ഓർത്ത് അവർ വളരെയധികം വിഷമിക്കുന്നുണ്ടോ എന്നുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാതെ വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തിക്ക് നേടണം എന്നുള്ളൊരു മോഹമുള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കരിയർ സെറ്റാക്കാനായിട്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായാലും ഇപ്പോൾ അവരുടെ കരിയർ എല്ലാം സെറ്റായി അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് അവരുടെ ലൈഫ് എത്തിയ സമയത്ത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവർക്ക് മിസ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം എല്ലാം നേടിയപ്പോഴും അവരുടെ കൂടെ എന്തോ ഒരു മിസ്സിങ് ഫീൽ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു. അവരെന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു മിസ്സിങ് ഫീലാണ് നിലനിൽക്കുന്നത്. ആ ഒരു എനർജിയാണ്. ആ ഒരു മിസ്സിങ് ഫീൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് കാണുന്നു. നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനുള്ളിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലേക്ക് ഏത് നേരവും കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളിനി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്ത് പോയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ വല്ലതും വന്നു കാണുമോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മറന്നു കാണുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ആ ഒരു വ്യക്തിയെ വല്ലാതെ അലട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാകുന്നു, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു, നിങ്ങളെ പറ്റിയിട്ട് വളരെയധികം ഓവർ തിങ്ക് ചെയ്യുകയാണ്. അപ്പം എന്തായാലും കറണ്ട് എനർജിയിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇനിയും അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ഉയർച്ചകൾ അവരുടെ ലൈഫിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത്. മേ ബി അത് അവർ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കാം അവരുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. പക്ഷെ അവർ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നേടിയെന്ന് പറഞ്ഞാലും അവരുടെ ലൈഫിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പൂർണ്ണമായും തകർന്നു പോയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അവർ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി, അവർക്ക് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേടാനായിട്ട് സാധിച്ചു. പക്ഷെ അപ്പോഴും അവരുടെ ലൈഫ് ഒന്ന് പച്ചപിടിപ്പിക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു എനർജി എനിക്കിവിടെ കാണുന്നുണ്ട്. മറ്റെന്തൊക്കെ നേടാൻ സാധിച്ചെങ്കിലും അവരുടെ ആ ഒരു റിയൽ ലൈഫ് ആണ് അവർക്കിപ്പോൾ മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു. ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി ഡെഡായി പോയ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തിയായിരിക്കാം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പാസ്റ്റ് എനർജിയിൽ തന്നെ സ്റ്റക്കാണ്. കാരണം ആ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങളെ നഷ്ടമാക്കിയിട്ടാണ് ആ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും നേടാനായിട്ട് പോകുന്നത്. അല്ലെ അവരുടെ കരിയർ ആയിക്കോട്ടെ, അവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം നേടാനായിട്ട് പോയപ്പോഴും നിങ്ങളെ മനഃപൂർവ്വം നഷ്ടമാക്കി കളഞ്ഞു എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് അവരുടെ എനർജി കിട്ടിയിരുന്നു. വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. പാസ്റ്റിൻ്റെ കാര്യങ്ങൾ പിന്നെയും പിന്നെയും അവരുടെ മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് പുറത്തോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും ആ ഒരു വ്യക്തി ഒരു നഷ്ടബോധത്തിൽ തന്നെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്.
ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് വളരെയധികം പശ്ചാത്തപിക്കുന്നു. ആ ഒരു എനർജിയാണ്. ഈ ഒരു നഷ്ടബോധത്തിൽ ഇരിക്കുന്ന സമയത്തും, അതായത് നിങ്ങളെ മനഃപൂർവ്വം നഷ്ടമാക്കി കളഞ്ഞു എന്നുള്ളൊരു എനർജി ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പാസ്റ്റ് എനർജിയിൽ തന്നെ സ്റ്റക്കാണ് ആൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു അവസാനിച്ചു പോയ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പുതിയ തുടക്കം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫിൽ നിങ്ങളുമൊത്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ചിന്ത ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കിലേക്ക് എല്ലാ പ്രതിസന്ധിയെയും മറികടന്ന് എത്രയും വേഗം എത്തണമെന്നാണ് ചിന്തിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ക്ഷമയില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തൊന്ന് എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് ആ ഒരു വ്യക്തി. കാരണം ആൾക്ക് ചെയ്ത തെറ്റുകളെ പറ്റിയിട്ടുള്ള നല്ല ബോധ്യമുണ്ട്. പല കാര്യങ്ങളും നേടാൻ സാധിച്ചെങ്കിലും നിങ്ങളെ നഷ്ടമാക്കി കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് ഒരു തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത്. നമ്മൾ നോക്കിയ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങളെ നഷ്ടമാക്കിയതിൽ വേദനിക്കുന്നുണ്ട്. ഉറപ്പായും ഈ ഒരു പേഴ്സൺ വേദനിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്നും ആ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വിചാരിച്ചേക്കുന്നത്. അതായത് ഇതൊരു കംപ്ലീഷനിലേക്ക് എത്തിക്കണം. ഇത്രയും നാൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ആ ഒരു പേഴ്സൻ്റെ കരിയറും ഫിനാൻസുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഓടി നടന്നതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഈ ഒരു റിലേഷൻഷിപ്പിന് യാതൊരു ഗ്രോത്തും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതൊരു കംപ്ലീഷനിലേക്കും എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു, ആ ഒരു എൻഡായി പോയ റിലേഷൻഷിപ്പ് പുതിയതായിട്ട് തുടങ്ങണം, അതൊരു കംപ്ലീഷനിലേക്ക് എത്തിക്കണം. അത് മേ ബി നിങ്ങൾ തമ്മിലുള്ളൊരു മാരേജ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുള്ള ആ ഒരു ലൈഫായിരിക്കാം, ആ ഒരു പുതിയ ലൈഫായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് അബ്രോഡൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം പുറത്തൊക്കെ പോയി സെറ്റിലായി നിങ്ങളുമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഇനി ഞാനിവിടെ ഒരു 3 to 4 കാർഡ്സ് എടുത്ത് വെക്കാം. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഞാനത് റീഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ 4 കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചാടിക്കയറി ആദ്യമേ ഒരു കാർഡ് സെലക്ട് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിക്കുക, നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ആൻസർ എസ് എന്നാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഉറപ്പായിട്ടും നടക്കും എന്നുള്ളതാണ് ആൻസർ. നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുമോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പേഴ്സൺ തിരികെ വരുന്നതാണ്. ആ ഒരു പഴയ സ്നേഹവുമായി നിങ്ങളുടെ അരികിലേക്ക് വരും എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ കാർഡ് നോക്കാം. ക്യൂൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ചോദ്യത്തിനുള്ള ആൻസർ എസ് എന്നാണ്. ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു ടെലിപ്പതി കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെ ആ ഒരു വ്യക്തിയും ആ ഒരു സെയിം ടൈം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഒരു മിററിംഗ് പോലെ. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷനായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾ വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആയിരിക്കാം. എയ്റ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ എസ് എന്നാണ്. ഈ ഒരു വ്യക്തി വരുമോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചതെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. എത്രയും വേഗം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിലും ശക്തമായി തന്നെ തിരികെ വരും എന്നുള്ളൊരു കാർഡാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്.
ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ എസ് എന്നാണ്. ഇവിടെ എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എടുത്ത അത്രയും കാർഡ് ആൻസർ എസ് കാർഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ എസ് എന്നാണ്. ഈ ഒരു പേഴ്സൺ തിരികെ വരുമോ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പേഴ്സൺ ഓഫറായിട്ട് നിങ്ങളുടെ അടുക്ക് എത്തുന്നതാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം വാല്യുബിൾ ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജോ എന്തെങ്കിലും. ഈ കാർഡ് സെലക്ട് ചെയ്തവരുടെ ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉടനെ ഒരു റെസ്പോൺസ് കിട്ടുന്നതാണ്. അപ്പം എന്തായാലും വളരെയധികം പോസിറ്റീവായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു 4 കാർഡും റെസനേറ്റ് ആയവർക്ക് എന്തായാലും ഈ ഒരു റീഡിങ്ങും റെസനേറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങണം, അല്ലെങ്കിൽ അതൊരു കംപ്ലീഷനിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു എനർജി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവർക്കും ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയും യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? യെസ്, ഹൈ പ്രീസ്റ്റസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പം എല്ലാവരുടെയും മൈൻഡിൽ നമുക്ക് എല്ലാവർക്കും ഇൻറ്റ്യൂഷൻ പവർ ഉണ്ട്. അപ്പം നമ്മളെല്ലാം യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ ചിലവർക്കാണ് അവരുടെ ജീവിതത്തിൻ്റെ പല പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നത്. മേ ബി നിങ്ങളെല്ലാവരും സ്പിരിച്വൽ അവേക്കൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ടാരോ കാർഡ്സ് റീഡിംഗ് ഒക്കെ കാണുന്നതും. അപ്പം എന്തായാലും ഇവിടെ യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്തെന്നാൽ, നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക. അതായത് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയില്ലേ, അത് ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ബാഡായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്, അത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന് അത്ര ചേർന്ന കാര്യമല്ല എന്നൊക്കെ നമ്മുടെ ഉള്ളിലിരുന്ന് ഒരാൾ മന്ത്രിക്കുന്നത് പോലെ തോന്നിക്കത്തില്ലേ? അതാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് പല കാര്യത്തിലും ക്ലാരിറ്റി ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദത്തെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ്, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ വളരെയധികം സ്പിരിച്വലാണ്. മേ ബി ഈ ഒരു റീഡിംഗ് കാണുന്നവരൊക്കെ സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്നവരായിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു കാർഡൂടെ നോക്കാം. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് സോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക്, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾ തേടുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസ് എന്തിനെ പറ്റിയിട്ടെങ്കിലും തേടുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ക്ലാരിറ്റി ആയിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. ഇതുവരെയും ആൻസർ ലഭിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, ഇത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് കാർഡ്സ് എല്ലാം കണക്ട് ചെയ്തേ വായിക്കാനൊക്കെ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ഹാങ്ഡ് മാൻ ആണ്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് കപ്സ്. അപ്പം ഇവിടെ പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, ഇവിടെ ഹാങ്ഡ് മാൻ കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളാണ്. എനിക്കതാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെല്ലാം നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടെല്ലാം തന്നെ നിങ്ങൾ വെറുതെ സമയം പാഴാക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വെറുതെ സമയത്തെ കൊല്ലുകയാണ്. അതിൻ്റെ ഒരാവശ്യവുമില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സമയം സ്റ്റക്കായിട്ട് തുടരുകയാണ്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. മൂവ് ഓൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റിൽ തന്നെ നിങ്ങൾ സ്റ്റക്കാണ്.
ഇവിടെ ഒരു പാസ്റ്റ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ പേഴ്സൺ എനർജി ചെക്ക് ചെയ്തപ്പോഴും ആള് പാസ്റ്റിൽ സ്റ്റക്കാണ്. ഇവിടെ നിങ്ങളും വെറുതെ സമയത്തെ കളയുകയാണ്. നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ വെറുതെ ഓരോന്ന് ചിന്തിച്ച് നിങ്ങളുടെ സമയത്തെ വെറുതെ കളയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് നിങ്ങളെ സെർവ് ചെയ്യാത്ത നിങ്ങളുടെ ഈ ഒരു ചിന്തകളെല്ലാം തന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക അതെല്ലാം. അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇപ്പോൾ തരുന്ന അഡ്വൈസ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജും കൂടെ 2-3 കാർഡ്സ് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത്? നമുക്ക് അവരുടെ എനർജിയിൽ കിട്ടിയിരുന്നു ആ ഒരു വ്യക്തി തിരിച്ചു വരുമെന്ന്. പക്ഷെ എങ്കിലും നമുക്ക് അവരുടെ സോൾ മെസ്സേജും കൂടി നോക്കാം. ഫസ്റ്റ് കാർഡ് ലവേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് കേട്ടോ. അവരുടെ സോൾ മെസ്സേജ് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി വിചാരിക്കുന്നു നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു സ്റ്റെബിലിറ്റി എന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ലൈഫായിരിക്കാം. അതായത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജീവിതമുണ്ട്. ആ ഒരു ജീവിതമായിരിക്കാം ആ ഒരു വ്യക്തി തരാനായിട്ട് പോകുന്നത്. ആ ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ, അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ ഒരു വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം റീഡിങ് പോസിറ്റീവ് ആയിരുന്നു.